പച്ച വാഴയില അടുപ്പിൽ വെച്ച് വാട്ടി അതിൽ കുറച്ച് നല്ല ചൂട് ചോറും കുറച്ച് കറികളും ഒക്കെ ചേർത്ത് പൊതിഞ്ഞ് ഒരു ഉച്ച നേരം ആകുമ്പോൾ തുറന്ന് നോക്കി കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒരു മലയാളിക്ക് മറക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു പൊതിച്ചോറാണ്. ഏറ്റവും സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന കറികളാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോംബോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാനിതിലേക്ക് തയ്യാറാക്കുന്നത് വൻപയർ തോരനാണ്. പയർ ഓൾറെഡി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. തോരൻ തയ്യാറാക്കാൻ വേണ്ടി ചീനച്ചട്ടിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 10 ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് ഒരു 2 കറിവേപ്പില ചേർത്ത് നന്നായി വഴണ്ടതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ചിട്ടുള്ള വൻപയറും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ വെക്കുക. നല്ലപോലെ ആ ഒരു പയറിൽ വെള്ളം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം വറ്റി വരുന്ന സമയത്ത് ഒരു കപ്പ് ചിരവിയ തേങ്ങ കൂടി ചേർത്ത് മിക്സ് ചെയ്താൽ ഈ പയർ റെഡി. നോൺ വെജ് പൊതിച്ചോറൊക്കെ തയ്യാറാക്കുന്നവരാണെങ്കിൽ എന്തായാലും ഒരു മീൻ പൊരിച്ചതുണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് ചെമ്മീനാണ്. ഏകദേശം ഒരു 200 ഗ്രാം ചെമ്മീനുണ്ട്. ചെമ്മീൻ നന്നായി കഴുകി വൃത്തിയാക്കിയതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല, മല്ലിപ്പൊടി, കുറച്ച് ചെറുതായി മുറിച്ചിട്ടുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കണം. 10 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം നല്ല വെളിച്ചെണ്ണയിൽ ഇട്ടതൊന്ന് പൊരിച്ചെടുക്കുക. പൊരിച്ചെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചെറുതായി ചെറിയുള്ളി ചതച്ചതോ ചെറുതായി അരിഞ്ഞതോ ചേർക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം കേട്ടോ. ഒന്ന് മറിച്ചും തിരിച്ചു വിട്ട് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം. മിക്കവാറുള്ള എല്ലാ പൊതിച്ചോറിലും ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ചമ്മന്തിയാണ്. അപ്പോൾ ചമ്മന്തി ഇല്ലാത്ത പൊതിച്ചോറില്ല എന്ന് പറയാം. ഒരു മിക്സിയുടെ ചെറിയ ജാറിൽ ഒരു പകുതി പച്ചമുളക് ചേർക്കാം, 3 ചെറിയുള്ളി ചേർക്കാം, ഒരു ചെറിയ കഷ്ണം നല്ല പുളിയുള്ള മാങ്ങ ചേർക്കാം, വറ്റൽമുളക് ചേർക്കാം, ഉപ്പ് ചേർക്കാം, മുളക് പൊടി ചേർക്കാം, 1/2 കപ്പ് തേങ്ങ കൂടി ചേർത്ത് മിക്സിയുടെ ചെറിയ ജാറൊന്ന് കറക്കിയെടുക്കുക. കറക്കിയെടുക്കുമ്പോഴേക്കും അത്യാവശ്യം അരഞ്ഞിട്ടുണ്ടാവും. അരഞ്ഞിട്ടുള്ള ചമ്മന്തി ഒരു പാത്രത്തിലേക്കാക്കി അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ചമ്മന്തി റെഡി. പിന്നീട് പൊതിച്ചോറിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് മുട്ട പൊരിച്ചത്. മുട്ട പൊരിക്കുന്നത് വളരെ എളുപ്പമാണ്. കുറച്ച് ചെറിയുള്ളി ചെറുതായി മുറിച്ചത്, പച്ചമുളക്, ചെറുതായി മുറിച്ച കറിവേപ്പില, ഒരു 2 മുട്ട, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കുറച്ച് കുരുമുളക് പൊടി ചേർക്കണം എന്നുള്ളവർക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മുട്ട പൊരിച്ചെടുക്കാം. ഞാനിവിടെ 2 എണ്ണമായിട്ടാണ് ഇത് പൊരിച്ചെടുക്കുന്നത്. മുട്ട പൊരിച്ചതുകൂടി തയ്യാറായ സ്ഥിതിക്ക് ഇനി പൊതിച്ചോറ് പൊതിയാം. വാഴയില തീയിൽ വെച്ച് നന്നായി വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നല്ല ചൂട് മട്ടേരി ചോറിടാം. തയ്യാറാക്കി വെച്ചിട്ടുള്ള പയർ തോരൻ വെക്കാം. ഇതിലേക്ക് ഫിഷ് ഫ്രൈ വെക്കാം. ഞാനിവിടെ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്, പ്രോൺസ് ഫ്രൈ ആണ്. മുട്ട പൊരിച്ചത് വെക്കാം. ചമ്മന്തി ചെറിയൊരു ഉണ്ടയാക്കി വെച്ച് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ അച്ചാർ കൂടി വെക്കാം. അതിനുശേഷം ഇല നന്നായി മടക്കി പൊതിഞ്ഞെടുക്കാം. കുറഞ്ഞതൊരു 3-4 മണിക്കൂറെങ്കിലും ഇതുപോലെ പൊതിച്ചോറ് പൊതിഞ്ഞ് വെക്കണം. അപ്പോഴാണ് അതെല്ലാം നന്നായി ചോറിലേക്ക് പിടിക്കുന്നത്. ആ ഒരു കുറച്ച് നേരത്തിന് ശേഷം പൊതിച്ചോറ് തുറന്ന് കഴിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഒരു വട്ടമെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പീസായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.